സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഉത്തരരാമായണം 1-ാമത്തെ അധ്യായം പാരായണ ഭാഗത്തിന്റെ സാരം. ഉത്തരരാമായണം കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റെതാണ് എന്നും അല്ല എന്നും രണ്ടഭിപ്രായങ്ങളുണ്ട്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് മുത്തുശാസന പ്രോക്തമായ അധ്യാത്മരാമായണം മൂലകൃതിയുടെ വിവർത്തനാണ് എഴുത്തച്ഛൻ തെരഞ്ഞെടുത്തത്. ഉത്തരരാമായണം കിളിപ്പാട്ടിന് തെരഞ്ഞെടുത്ത മൂലകൃതി വാൽമീകി മുനി പ്രോക്തമായ ഉത്തരരാമായണമാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് കാണ്ഡങ്ങളായിട്ടും ഉത്തരരാമായണം കിളിപ്പാട്ട് അധ്യായങ്ങളായിട്ടുമാണ് വിഭജിച്ചിരിക്കുന്നത്. ശ്രീരാമനെയും നാരായണനെയും നമസ്കരിച്ചുകൊണ്ട് ശ്രീരാമഭക്തി കൊണ്ട് പരിശുദ്ധ ഹൃദയായ കിളിപ്പൈതലിനോട് നീ രാമായണ കഥ വർണ്ണിച്ചാലും എന്നാവശ്യപ്പെടുകയാണ് കവി. കിളി പറഞ്ഞു, എന്നാൽ മംഗളകരമായ രാമായണ കഥ കേട്ടുകൊണ്ടാലും. വാൽമീകി മഹർഷി പറഞ്ഞ ഈ ഉത്തര രാമായണം മോക്ഷസാധനങ്ങളിൽ അത്യുത്തമമായ ഒന്നത്രേ. ഇനി അഗസ്ത്യാദികളുടെ വരവ്. രാവണൻ തുടങ്ങിയ രാക്ഷസന്മാരെ മുഴുവൻ വധിച്ചിട്ട് സീതാലക്ഷ്മണ സമേതനായ ശ്രീരാമചന്ദ്രൻ ദേവന്മാരാൽ പൂജിതനായി സേവകന്മാരോടും വാനര സൈന്യത്തോടും കൂടി പുഷ്പവിമാനത്തിൽ കയറി അയോധ്യ നഗരത്തിലെത്തി. രാജ്യാഭിഷേകാനന്തരം ശ്രീരാമൻ 14 ലോകവും പരിപാലിച്ച് കഴിയുമ്പോൾ നാനാദേശങ്ങളിൽ നിന്നും മാമുനിമാർ ശ്രീരാമനെ കാണാനെത്തി. കണ്വാദികൾ കിഴക്കുനിന്ന്, കൗശികൻ, അഗസ്ത്യൻ തുടങ്ങിയവർ തെക്കുനിന്ന്, ദൗമ്യനാദിയായവർ പടിഞ്ഞാറുനിന്ന്, വിശ്വാമിത്രൻ, ജമദഗ്നി, ഗൗതമൻ, അത്രി, കാശ്യപൻ, ഭരദ്വാജൻ, വസിഷ്ഠൻ എന്നിവർ വടക്കുനിന്നും വന്നു ചേർന്നു. അഗസ്ത്യ മഹർഷി ദ്വാരപാലകനോട് പറഞ്ഞു, ബ്രാഹ്മണരായ ഞങ്ങൾ വന്ന് കാത്തു നിൽക്കുന്ന വിവരം ശ്രീരാമനെ അറിയിച്ചിട്ട് വരൂ. ദ്വാരപാലകൻ അകത്തുപോയി ശ്രീരാമനോട് ഉണർത്തിച്ചു. പ്രഭോ, അഗസ്ത്യൻ തുടങ്ങിയ മുനീന്ദ്രന്മാർ ഗോപുരത്തിൽ വന്ന് അങ്ങയെ കാണാൻ കാത്തു നിൽക്കുന്നു. ഉടനെ തന്നെ ശ്രീരാമൻ പൗരജനങ്ങളോടൊത്ത് ചെന്ന് മഹർഷിമാരെ രാജ്യസഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ആർഗ്യം, പാദ്യം, ആസനം എന്നിവ നൽകി ആദരിച്ചിരുത്തി. അവരുടെ അനുവാദത്തോടെ ശ്രീരാമൻ സിംഹാസനത്തിൽ ഇരുന്നു. അനന്തരം അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്കെല്ലാം സുഖമാണല്ലോ? അത് കേട്ട് ലോകപ്രശസ്തരായ മുനീന്ദ്രന്മാർ പറഞ്ഞു, മഹാരാജൻ, രാക്ഷസന്മാരെയെല്ലാം കൂട്ടത്തോടെ വധിച്ച് സീതാസമേതനായി 3 ലോകവും പരിപാലിച്ചുകൊണ്ട് അങ്ങ് വാഴുന്നത് കാണുന്നതിനേക്കാൾ വലിയ സുഖം എന്താണുള്ളത്? അവിടുന്ന് രാവണവധം നടത്തിയതിനെ ആളുകൾ പുകഴ്ത്തുന്നത് അജ്ഞാനം കൊണ്ടാണ്. സർവ്വലോകങ്ങളും ജയിക്കാൻ സമർത്ഥനായ അങ്ങ് കേവലം രാവണനെ കൊന്നതിൽ എന്താണ് അത്ഭുതം? രാവണപുത്രനായ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിച്ചത് അത്ഭുതകരം തന്നെ. അഗസ്ത്യന്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, 3 ലോകങ്ങൾക്ക് ഉപദ്രവകാരിയായ രാവണനേക്കാൾ രാവണപുത്രനായ ഇന്ദ്രജിത്തിനെ പുകഴ്ത്തുന്നത് എന്തിനാണ്? ശക്തനായ ഇന്ദ്രജിത്തിന്റെ പരാക്രമങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട്. അത് കേട്ട് അഗസ്ത്യ മഹർഷി പറഞ്ഞു, രാജാവേ, രാവണന്റെ ചരിത്രം കേട്ടുകൊള്ളുക. രാവണന്റെ തപോബലവും ശൗര്യവും മുൻഗാമികളായ രാക്ഷസവംശത്തിന്റെ ഉൽപ്പത്തിയും ഞാൻ പറഞ്ഞു തരാം. ബ്രഹ്മപുത്രനായ പുലസ്ത്യ മഹർഷി മഹാമേരുവിന്റെ താഴ്വരയിലുള്ള തൃണബിന്ദുവിന്റെ ആശ്രമത്തിൽ പൂർണ്ണമായ തപോനിഷ്ഠയോടെ തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. അക്കാലത്ത് ചില കന്യകമാർ നിത്യവും ആശ്രമത്തിനടുത്ത് കുളിക്കാൻ വരുന്നത് മഹർഷിക്ക് ശല്യമായി തോന്നി. ഈ ഉപദ്രവം ഒഴിവാക്കാൻ അദ്ദേഹം ഇങ്ങനെ ശപിച്ചു, ഇനി ഇവിടെ വരുന്ന കന്യകമാർ അപ്പോൾ തന്നെ ഗർഭവതികളാകട്ടെ. മഹർഷിയുടെ ശാപം ഭയന്ന് പിറ്റേന്നാൾ മുതൽ കന്യകമാരാരും അവിടെ കളിക്കാൻ എത്തിയില്ല. തൃണബിന്ദു രാജാവിന്റെ മകൾ ഇതൊന്നും അറിയാതെ കളിത്തോഴിമാരെ അന്വേഷിച്ച് ആശ്രമ പരിസരത്തെത്തി. അവരെ കാണാതെ അവൾ തിരിച്ചുപോയി. ഗർഭിണിയായ അവൾ പിതാവിന്റെ സന്നിധിയിലെത്തി. പുത്രിയിൽ നിന്നും വിവരങ്ങളെല്ലാം പറഞ്ഞ് തൃണബിന്ദു അവളെയും കൂട്ടി പുലസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. ബ്രഹ്മപുത്രനായ പുലസ്ത്യന്റെ പാദങ്ങൾ വന്ദിച്ചിട്ട് രാജാവ് തന്റെ മനോഗതം മുനിയോട് പറഞ്ഞു, അങ്ങയുടെ ശാപനിമിത്തമുണ്ടായ ദുഃഖം തീർക്കാൻ മറ്റാരുമില്ല. എൻ്റെ മകളെ വിധിപ്രകാരം അങ്ങ് തന്നെ സ്വീകരിക്കണം. അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് പുലസ്ത്യൻ വിധിപ്രകാരം അവളെ സ്വീകരിച്ചു. വേദശ്രവണം കേട്ട് ഗർഭമുണ്ടായി ജനിച്ചതിനാൽ കുഞ്ഞിന് വിശ്രവസ് എന്ന് പേരുണ്ടായി. നീ വിശ്രവിച്ചുവല്ലോ, ഞാൻ ചൊല്ലുമ്പോൾ വേദമിങ്ങനെ, അതിനാൽ വിശ്രവസ് എന്ന പേരവനില്ല സംശയം. വാൽമീകി രാമായണം ഉത്തരകാണ്ഡം 2-ാമത്തെ സർഗം 31-ാമത്തെ അധ്യായം. പുലസ്ത്യൻ ആ കന്യകയോട് പറഞ്ഞതാണ് ഇങ്ങനെ, അതായത് ഞാൻ വേദം ചൊല്ലുന്നത് നീ കേട്ടുവല്ലോ, അതിനാൽ അവന് വിശ്രവസ് എന്ന് പേര് ലഭിക്കും, സംശയമില്ല. ഇനി വൈഷ്ണവനന്റെ ഉത്ഭവം. അക്കാലത്ത് ഭരദ്വാജ മുനിയുടെ പുത്രിയുടെ പേര് ദേവർണിനി, അവൾക്ക് ഇളപിള എന്നു പേരുണ്ട്. ഓരോ പുസ്തകത്തിൽ ഓരോന്നാണ് എന്നർത്ഥം. ഗുണസമ്പന്നനായ വിശ്രവസിനെ വിവാഹം ചെയ്തു കൊടുത്തു. വിശ്രവസിന്റെ പുത്രനാണ് പ്രശസ്തനായ വൈശ്രവണൻ അല്ലെങ്കിൽ കുബേരൻ. അദ്ദേഹം 49,000 ദിവ്യ സംവത്സരം നിരാഹാരനായി തപസ്സനുഷ്ഠിച്ചു.
തപസ്സുകൊണ്ട് പ്രീതനായ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് കുബേരന് ദിക്പാലകത്വവും നിധികളുടെ അധീശത്വവും പുഷ്പക വിമാനവും അനേകം മരങ്ങളും നൽകി. ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കുബേരൻ പിതാവിനെ ചെന്ന് കണ്ട് നമസ്കരിച്ചു. പുത്രന്റെ ഉയർച്ചയിൽ സന്തുഷ്ടനായ പിതാവ് മകനെ മുറുകെ പുണർന്നു. അപ്പോൾ വൈശ്രവണൻ പിതാവിനോട് അപേക്ഷിച്ചു, എനിക്ക് സുഖമായി താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം എവിടെയാണ് എന്ന് അങ്ങ് പറഞ്ഞു തരണം. അല്പം ആലോചിച്ചതിന് ശേഷം വിശ്വവസ്തു പറഞ്ഞു, പണ്ട് വിശ്വകർമാവ് രാക്ഷസന്മാർക്ക് വസിക്കാനായി അത്ഭുതകരമായ ലങ്കാ നഗരം നിർമ്മിച്ചു. തെക്കേ സമുദ്രത്തിലെ ത്രികൂടപർവ്വതത്തിന്റെ മുകളിലാണ് ആ നഗരം. രാക്ഷസന്മാർ വളരെ കാലം ദുഃഖമില്ലാതെ അവിടെ കഴിഞ്ഞു. ദേവന്മാരെ ഉപദ്രവിച്ചതിനാൽ ഏതാണ്ട് മുഴുവൻ രാക്ഷസന്മാരെയും മഹാവിഷ്ണു വധിച്ചു. ശേഷിച്ച രാക്ഷസന്മാർ പാതാളത്തിലേക്ക് ഓടിപ്പോയി. നിനക്ക് അവിടെ പോയി സുഖമായി താമസിക്കാം. അനന്തരം അച്ഛനെ വണങ്ങിയിട്ട് വൈശ്രവണൻ അതിവിചിത്രമായ ലങ്കാ നഗരത്തിലെത്തി സുഖമായി താമസിച്ചു. അഗസ്ത്യൻ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ശ്രീരാമൻ മഹർഷിയെ വന്ദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, പുലസ്ത്യ മഹർഷിയുടെ വംശത്തിൽ പിറന്നവരാണ് രാക്ഷസർ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പലരും പറയുന്നതും അങ്ങനെയാണ്. അതിനു മുമ്പുള്ള രാക്ഷസരുടെ ജനനവും അവർ ലങ്കയിൽ സസുഖം കഴിഞ്ഞുകൂടിയതും മഹാവിഷ്ണു അവരെ വധിച്ചതും എല്ലാം വിശദമായി പറഞ്ഞു തരണം. ഇനി യക്ഷരക്ഷസുകളുടെ ഉത്ഭവം. ശ്രീരാമന്റെ ചോദ്യങ്ങൾക്ക് അഗസ്ത്യ മഹർഷി ഇങ്ങനെ മറുപടി പറഞ്ഞു. പണ്ട് ബ്രഹ്മാവ് തപശക്തി കൊണ്ട് ജലരാശി സൃഷ്ടിച്ചു. അനന്തരം മറ്റു ചിലരെയും സൃഷ്ടിച്ചു. അവർ ബ്രഹ്മാവിനെ വണങ്ങിയിട്ട് സംഭ്രമത്തോടെ ചോദിച്ചു, ഞങ്ങളുടെ വിശപ്പും ദാഹവും തീർക്കാൻ എന്താണ് വഴി? ബ്രഹ്മാവ് പുഞ്ചിരിച്ചുകൊണ്ട് രക്ഷാമാർഗം ഉണ്ടാകും എന്ന അർത്ഥത്തിൽ രക്ഷ്യതാം, രക്ഷിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു. മൂഢന്മാരായ അവരിൽ ഒരു വിഭാഗം അത് കേട്ട് വയം രക്ഷ്യാമ, അതായത് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളാമെന്നും, മറ്റു ചിലർ വയം യക്ഷ്യാമ, ഞങ്ങൾ യജിച്ചു കൊള്ളാം, അതായത് യാഗം ചെയ്തു കൊള്ളാം എന്നും പറഞ്ഞു. ഉടനെ ബ്രഹ്മാവ് രക്ഷ്യാമ എന്ന് പറഞ്ഞവർ രക്ഷോജാതികളും യക്ഷ്യാമ എന്ന് പറഞ്ഞവർ യക്ഷന്മാരും ആയി തീരട്ടെ എന്ന് കൽപ്പിച്ചു. അതനുസരിച്ച് രണ്ടു വിഭാഗങ്ങൾ ഉണ്ടായി. രക്ഷോജാതിയിൽ ഹേതി, പ്രഹേതി എന്നീ രണ്ട് പ്രമുഖന്മാർ പ്രസിദ്ധരായി. ജ്യേഷ്ഠനായ ഹേതി ഗൃഹസ്ഥധർമ്മം നിറവേറ്റുന്നതിനായി കാലന്റെ സഹോദരിയെ വിവാഹം കഴിച്ചു. പ്രഹേതി ബ്രഹ്മചാരിയായി തന്നെ കഴിഞ്ഞു. നിർമ്മലനായ ഹേതിക്ക് ഗുണവാനും സുന്ദരനുമായ വിദ്യുത്കേശൻ എന്നൊരു പുത്രൻ ജനിച്ചു. അവൻ സന്ധ്യയുടെ മകളും സുന്ദരിയുമായ സാലം കടങ്കടയെ പരിഗ്രഹിച്ചു. അവർ കാമലീലകളിൽ മുഴുകി പല സ്ഥലത്തും സഞ്ചരിച്ച് മന്ദരപർവ്വതത്തിന്റെ താഴ്വരത്തിലെത്തി. അവിടെ വെച്ച് അവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് അവർ കാമലീലകൾക്കായി സ്ഥലം വിട്ടു. കുഞ്ഞ് അതികഠിനമായ ശബ്ദത്തിൽ അവിടെ കിടന്നു കരഞ്ഞു. അപ്പോൾ ആകാശം വഴി സഞ്ചരിച്ചിരുന്ന പാർവതി പരമേശ്വരന്മാർ താഴെ തേജോമയനായ ഒരു കുഞ്ഞിനെ കണ്ടു. പാർവതിയുടെ അപേക്ഷയനുസരിച്ച് ഇരുവരും കുഞ്ഞിന്റെ സമീപത്ത് എത്തി. ദേവി കുഞ്ഞിനെ എടുത്ത് മുല കൊടുത്തു. പരമശിവൻ സന്തുഷ്ടനായി, നീ മേലിൽ എൻ്റെ സേവകനായി വാഴുക എന്ന് വരം നൽകി. അവിടെ അപ്പോൾ തന്നെ ആകാശഗമനത്തിന് ഉതകുന്ന ഒരു ആലയം ഉണ്ടായി. ആ കുഞ്ഞ് ഉടനെ യുവാവായി. ശിവൻ അവന് സുകേശൻ എന്ന് പേരിട്ടു. അവന് പുത്രന്മാരുണ്ടാകട്ടെ എന്ന് ദേവി അനുഗ്രഹിച്ചു. ദുഃഖങ്ങളെല്ലാം അകന്ന സുകേശൻ ആകാശത്തിൽ പ്രത്യക്ഷമായ ഭവനത്തിൽ സസുഖം വസിച്ചു. ശ്രീ പരമേശ്വരന്റെ സേവകനായ ഗ്രാമണി എന്ന ഗന്ധർവശ്രേഷ്ഠൻ തന്റെ മകൾ വേദവതിയെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. സുകേശന് മാല്യവാൻ, സുമാലി, മാലി എന്ന് 3 പുത്രന്മാർ ജനിച്ചു. മഹാബലരും പരാക്രമികളും കീർത്തിമാന്മാരുമായി വളർന്ന അവർ മേരുപർവ്വതത്തിന്റെ താഴ്വരയിൽ ചെന്ന് നിരാഹാരന്മാരായി ബ്രഹ്മാവിനെ ദീർഘകാലം തപസ് ചെയ്തു. അവരുടെ കഠിന തപസ്സിൽ സന്തുഷ്ടനായ ബ്രഹ്മാവ് പ്രത്യക്ഷനായി അവർ ചോദിച്ച വരങ്ങളെല്ലാം നൽകി മറഞ്ഞു. ബ്രഹ്മാവ് മറിഞ്ഞപ്പോൾ അവരെല്ലാം തപസ്സു മതിയാക്കി. തുടർന്ന് അവർ ലോകവാസികളെയെല്ലാം ഉപദ്രവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. അക്കാലത്ത് അവർ വിശ്വകർമാവിനോട് അഭ്യർത്ഥിച്ചു, ഞങ്ങൾക്ക് ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ നഗരം നിർമ്മിച്ചു തരിക. അപ്പോൾ വിശ്വകർമാവ് ഇങ്ങനെ പറഞ്ഞു, മുമ്പ് ഞാൻ ദേവേന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ച് ഉന്നതമായ ത്രികൂടാചലത്തിന്റെ മുകളിൽ 60 കാതം വിസ്താരമുള്ള ഒരു നഗരം നിർമ്മിച്ചിട്ടുണ്ട്. ദക്ഷിണ സമുദ്ര മധ്യത്തിലുള്ള ആ നഗരത്തിന്റെ പേര് ലങ്ക എന്നാണ്. നിങ്ങൾ അവിടെ പോയി നിർഭയരായി വസിക്കുക. ശത്രുക്കളുടെ ഉപദ്രവമൊന്നും അവിടെ ഉണ്ടാകുകയില്ല. അതനുസരിച്ച് 3 പേരും ലങ്കയിൽ ചെന്ന് സസുഖം പാർത്തു. അക്കാലത്ത് നർമ്മദ എന്ന ഗന്ധർവ സ്ത്രീ തൻ്റെ 3 പെൺമക്കളെ അവർക്ക് നൽകി. ഉത്രം നക്ഷത്രത്തിൽ അവരും വിവാഹം ചെയ്ത് സന്തോഷത്തോടെ അവിടെ വസിച്ചു. മാല്യവാന്റെ പത്നിയായ സുന്ദരി എന്നു പേരുള്ളവർക്ക് മത്തൻ, ഉന്മത്തൻ, വജ്രദംഷ്ടൻ, സുപ്തഗ്നൻ, വിരൂപാക്ഷൻ, ദുർമുഖൻ, യജ്ഞാന്തകൻ എന്ന് 7 പുത്രന്മാരും അനല എന്ന ഒരു പുത്രിയും ജനിച്ചു. സുമാലിയുടെ ഭാര്യയായ കേതുമതിയിൽ 10 ആൺമക്കളും 4 പെൺമക്കളും ജനിച്ചു. പ്രഹസ്തൻ, വികടൻ, ധൂമാക്ഷൻ,
അകമ്പനൻ, സുഭാർഷൻ, ദണ്ഡൻ, സംഹ്രാതി, പ്രജംഗൻ, കാലധനുസ്, ബാസശ്രവണൻ, അതൊക്കെയാണ് ആൺമക്കള്. ഇനി ബക, പുഷ്പോടക, കൈകസി, കുംഭീനസി എന്നിവര് പെൺമക്കള് എന്നാണ് അവരുടെ പേരുകൾ. സന്താനലബ്ധിയിൽ സുമാലി വളരെയധികം സന്തോഷിച്ചു. മാലിയുടെ ഭാര്യയായ വസുധയ്ക്ക് അനിലൻ, അനലൻ, കരൻ, സമ്പാദി എന്ന 4 മക്കളുണ്ടായി. കരന് ഹരൻ എന്നാണ് വാൽമീകി രാമായണത്തില്. അനിലശ്ചാനലശ്ചൈവ ഹര സമ്പാദിരേവച. അവർ പുത്രന്മാരോടും പടയോടും കൂടി 3 ലോകത്തിലുള്ളവരെയും വളരെ ഉപദ്രവിച്ചു. ദേവന്മാർ, താപസന്മാർ, ഗന്ധർവന്മാർ, നാഗങ്ങൾ തുടങ്ങിയവരൊക്കെ നിലവിളിച്ചുകൊണ്ട് ഗുഹകളിൽ പോയി ഒളിച്ചു. ദേവാദികൾ കൈലാസത്തിൽ ചെന്ന് കാലകാലനും ദക്ഷവൈരിയുമായ ശിവനെ സ്തുതിച്ച് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു. എല്ലാം കേട്ട് ശിവൻ താൻ രക്ഷിച്ച സുകേശനെ ഓർത്തുകൊണ്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ അവരെ കൊല്ലുന്നില്ല, എങ്കിലും നിങ്ങളുടെ ആപത്ത് പരിഹരിക്കാനുള്ള ഒരു ഉപായം പറഞ്ഞു തരാം. നിങ്ങൾ പാൽക്കടൽ തീരത്തെത്തി മഹാവിഷ്ണുവിനോട് സങ്കടം പറയുക. മംഗളപ്രദനായ അദ്ദേഹം ദുഷ്ടന്മായ രാക്ഷസന്മാരെ എല്ലാം കൊന്ന് നിങ്ങളെ രക്ഷിക്കും. അത് കേട്ട ദേവകൾ ശിവനെ കണ്ട ശേഷം പാൽക്കടൽ തീരത്തെത്തി ഭക്തിപൂർവം ഭക്തവത്സലനായ ശ്രീനാരായണനെ സ്തുതിച്ചു. ശ്രീനാരായണ, അങ്ങേക്ക് നമസ്കാരം. വാസുദേവനും ഗോവിന്ദനും ജഗന്നാഥനും നരകാരിയുമായ അങ്ങേക്ക് നമസ്കാരം. പുരുഷോത്തമനും പുണ്ടരീകാക്ഷനുമായ രമാപതേ, ഞങ്ങളുടെ മനസ്സ് അങ്ങയിൽ ഗമിക്കണം. ശ്രീ പരമേശ്വരന്റെ ഹൃദയത്തിൽ അധിവസിക്കുന്ന ഭഗവാനെ അങ്ങ് വിജയിച്ചാലും വേദാന്തവേദ്യ, വേദാർത്ഥ സ്വരൂപ, കേശവ, മാധവ, ശക്തിയുക്തനും പരമാനന്ദമൂർത്തിയും ശാശ്വതനുമായ ഭക്തവത്സല, അങ്ങ് ജയിച്ചാലും. ദേവശ്രേഷ്ഠന്മാർ ഇപ്രകാരം സ്തുതിച്ച് വന്ദിച്ചു നിൽക്കുമ്പോൾ അഖില ലോകനാഥനായ മഹാവിഷ്ണു യോഗനിദ്രയിൽ നിന്നുണർന്ന് ഇപ്രകാരം അരുളി ചെയ്തു: നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വരാൻ എന്താണ് കാരണം? സന്തോഷ നിമിത്തം എന്നെ ഭജിക്കാൻ വന്നതാണോ? അതോ എന്തെങ്കിലും സങ്കടമുണ്ടായോ? എങ്കിൽ അത് പറയുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ നിറവേറ്റിത്തരാം. മഹാവിഷ്ണു ഇപ്രകാരം അരുളി ചെയ്തപ്പോൾ ദേവേന്ദ്രൻ തൊഴുതുകൊണ്ട് ഇങ്ങനെ അറിയിച്ചു: ശ്രീ പരമേശ്വരന് പ്രിയങ്കരനായ സുകേശന് രാക്ഷസന്മാരായ 3 പുത്രന്മാരുണ്ടായി. മാല്യവാൻ, സുമാലി, മാലി എന്നാണ് അവരുടെ പേരുകൾ. അവർ ബാല്യകാലത്ത് തന്നെ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രസാദിപ്പിച്ച് വേണ്ട വരങ്ങൾ നേടി. ഇപ്പോൾ 3 ലോകത്തിലുള്ളവരെയും നിരന്തരം പീഡിപ്പിച്ച് ദുഃഖിപ്പിക്കുന്നു. ഞങ്ങൾ ഇക്കാര്യം ശിവനോട് ഉണർത്തിച്ചു. സുകേശനോടുള്ള വാത്സല്യം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചഞ്ചലചിത്തനായി പറഞ്ഞിട്ട് നിങ്ങൾ പോയി പങ്കജാക്ഷനായ വിഷ്ണുവിനെ കാണുക. അദ്ദേഹം നിങ്ങളുടെ ദുഃഖത്തിന് പരിഹാരം കാണും. അദ്ദേഹം രാക്ഷസവീരന്മാരെ കൊന്നു 3 ലോകവും രക്ഷിക്കും എന്ന് അരുളി ചെയ്തു. അനന്തരം അങ്ങയെ കണ്ട് സങ്കടം ഉണർത്തിക്കാനായി ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഞങ്ങൾക്ക് മറ്റൊരാശയമില്ല, അവിടെ ഞങ്ങളെ രക്ഷിക്കണം. ഇപ്രകാരം ദേവന്മാർ ഉണർത്തിച്ചപ്പോൾ കാരുണ്യപൂർവ്വം മുകുന്ദൻ ഇങ്ങനെ പറഞ്ഞു: രാക്ഷസന്മാരെ വധിച്ച് നിങ്ങളെയെല്ലാം ഞാൻ രക്ഷിച്ചു കൊള്ളാം, അതിൽ സംശയമില്ല. രാക്ഷസന്മാർ നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ അപ്പോൾ തന്നെ ഒരു ദൂതനെ ഇങ്ങോട്ട് അയക്കൂ. ഞാൻ ഉടനെ അവിടെ എത്താം, നിങ്ങൾ പൊയ്ക്കൊള്ളൂ. അനന്തരം ദേവന്മാർ വിഷ്ണുവിനെ വന്ദിച്ചിട്ട് അവരവരുടെ വസതികളിലേക്ക് മടങ്ങി. ഇതെല്ലാം പറഞ്ഞ മാല്യവാൻ അനുജന്മാരോട് പറഞ്ഞു: നിങ്ങൾ ചെറുപ്പം കൊണ്ടുള്ള അഹങ്കാരമെല്ലാം മാറ്റിവെച്ച് ഞാൻ പറയുന്നത് കേൾക്കണം. ദേവന്മാർ ശിവനെ കണ്ട് നമ്മുടെ ദോഷങ്ങളെല്ലാം അറിയിച്ചു. അപ്പോൾ സുകേശന്റെ നേർക്കുള്ള വാത്സല്യ നിമിത്തം അവരോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ അവരെ കൊല്ലുന്നില്ല. നിങ്ങളുടെ ദുഃഖം ഇല്ലാതാക്കാനുള്ള പോംവഴി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ദുഃഖിക്കേണ്ട. പാൽക്കടൽ തീരത്ത് ചെന്ന് മഹാവിഷ്ണുവിനോട് സകല വൃത്താന്തങ്ങളും പറയുക. മംഗളമൂർത്തിയും കാരുണ്യവാനുമായ നാരായണൻ ഏതു വിധത്തിലെങ്കിലും 3 ലോകങ്ങളെയും പരിപാലിക്കും. അവർ ശിവന്റെ വാക്ക് കേട്ട് അപ്പോൾ തന്നെ മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ടു സങ്കടമുണർത്തിച്ചു. അദ്ദേഹം പറഞ്ഞു: ഞാൻ നിങ്ങളുടെ സങ്കടമെല്ലാം തീർത്തുകൊള്ളാം. അത് കേട്ട് ദേവന്മാർ സന്തോഷത്തോടെ കഴിയുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കണം. മുമ്പ് ദേവന്മാർക്ക് വേണ്ടി മഹാവിഷ്ണു പല അസുരന്മാരെയും വധിച്ചിട്ടുണ്ട്. അവൻ നമ്മെയും കൊല്ലും, സംശയമില്ല. നമ്മുടെ സ്ഥിതി എന്താകുമെന്ന് നാം തീർച്ചപ്പെടുത്തണം. മാല്യവാൻ പറഞ്ഞത് കേട്ട് സഹോദരന്മാർ പറഞ്ഞു: ആദിനാരായണന് ഇതുകൊണ്ട് ദോഷമൊന്നുമില്ല. സാഹസമെല്ലാം കാട്ടുന്നത് ദേവന്മാരാണ്. അവരുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ ഉടനെ പടകൂടണം. പാതാളത്തിൽ കഴിയുന്ന അസുരന്മാരെയും രാക്ഷസന്മാരെയും ഉടനെ വരുത്തണം. ദൂതന്മാരുടെ അറിയിപ്പനുസരിച്ച് പടയ്ക്ക് വേണ്ടവരെല്ലാം വന്നെത്തി. ആതിഥേയാദികളും, അതായത് ദേവന്മാരും അസുരന്മാരും രാക്ഷസന്മാരും പടപൊരുതാൻ തയ്യാറായി. ആന, കുതിര, രഥം, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയിൽ കയറി ആയുധവുമേന്തി രാക്ഷസർ ദേവന്മാരുമായി സമരത്തിന് പുറപ്പെട്ടു. ശകുനപ്പിഴകളും ദുർനിമിത്തങ്ങളുമെല്ലാം ധാരാളം കണ്ടുവെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവർ ദേവലോകത്തിന്റെ ഗോപുരവാതിൽക്കൽ ചെന്നെത്തി. ദേവേന്ദ്രൻ അത് കണ്ട് ദൂതനെ അയച്ച് മഹാവിഷ്ണുവിനെ വിവരങ്ങൾ ധരിപ്പിച്ചു. ദേവദൂതന്റെ വാക്കുകൾ കേട്ട മാധവൻ
ദേവശത്രുക്കളെ മുഴുവൻ കൊന്നൊടുക്കാൻ ആയുധങ്ങൾ ധരിച്ച് ഗരുഡവാഹനത്തിൽ കയറി യുദ്ധത്തിനെത്തി. രാക്ഷസന്മാർ വളരെ അടുത്തു നിന്ന് യുദ്ധം ചെയ്തു. മഹാവിഷ്ണു അവരുടെ നേരെ ശരവർഷം നടത്തി. തുടർന്നുള്ള യുദ്ധവൈദഗ്ധ്യം വിവരിക്കാൻ എനിക്ക് വളരെ പ്രയാസമാണ് എന്ന് പറഞ്ഞ് പൈങ്കിളി പെണ്ണ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ അധ്യായം. ഇനി രണ്ടാമത്തെ അധ്യായത്തിലാണ് ബാക്കി ഭാഗങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.